ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ചിട്ടും അതേപോലെ തന്നെ സ്വലാത്തുൽ ഫാത്തിഹിൻ്റെയും സ്വലാത്തിൻ്റെയും മഹത്വങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഇന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ കാര്യം പറയുന്നത് ജവാഹിറുൽ മഅനി എന്ന് പറഞ്ഞിട്ടുള്ള തിജാനിയ തുരീഖത്തിലെ ഏറ്റവും പ്രാമാണികമായിട്ടുള്ള ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഓക്കെ, അപ്പോൾ മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ചിട്ട് ജവാഹിറുൽ മഅനിയിൽ പറയുന്നുണ്ട്. ഒരു ഹദീസിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അത്വത്തി സമാഉ വഹുഖ ലഹ അൻ തഇത്വ മാ ഫിഹ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹി മലക്കുൻ സാജിദുൻ ഔ റാക്കിഉൻ. അപ്പോൾ ഒരു ഹദീസിൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വാനലോകം ശബ്ദിച്ചിരിക്കുന്നു, അത് ശബ്ദിക്കേണ്ടതുമാണ്. നിൽക്കുന്നതോ സുജൂദ് ചെയ്യുന്നതോ റുക്വ ചെയ്യുന്നതോ ആയ ഒരു മലക്കിൻ്റെ സാന്നിധ്യമില്ലാത്ത ഒരു കാൽപാദം വെക്കാനുള്ള സ്ഥലം പോലും വാനലോകത്തില്ല. അപ്പോൾ വാനലോകത്ത് ആകാശങ്ങളിലെ മലക്കുകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്ന ഒരു ഹദീസ് കൂടിയാണ്. നമുക്കൊരു കാൽപാദം പോലും വെക്കാൻ സ്ഥലമില്ലാത്ത രൂപത്തിൽ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്നതെന്നാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഈ ഹദീസിൽ പറയുന്നത്. അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ പറയുന്നുണ്ട്, മനുഷ്യർ ജിന്നുകളുടെ 10 ലോകത്ത് എത്രത്തോളം മനുഷ്യരുണ്ടോ അവർ യഥാർത്ഥത്തിൽ എന്താണ്, ജിന്നുകൾ എത്രയുണ്ടോ അവരുടെ 10 മാത്രമേ മനുഷ്യരുള്ളൂ. ഇനി മനുഷ്യരും ജിന്നുകളും കൂടി ചേർന്നാൽ എത്രത്തോളം ആളുകളുണ്ടാവുമോ അവർ യഥാർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള മറ്റ് ജീവികളുണ്ടല്ലോ അവരുടെ 10 മാത്രമേ മനുഷ്യരും ജിന്നുകളും ഉള്ളൂ. ഇനി മനുഷ്യരും ജിന്നുകളും ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളും പക്ഷികളുടെ എണ്ണത്തിൻ്റെ 10 ഉള്ളൂ എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ഇനി ഇവരെല്ലാവരും കൂടി ചേർന്നാൽ, അതായത് മനുഷ്യർ, ജിന്നുകൾ, ഭൂമിയിലെ മറ്റ് ജീവികൾ, അതുപോലെ തന്നെ പക്ഷികൾ, ഇവയുടെ എല്ലാം കൂടി എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അവ സമുദ്രത്തിലെ ജീവികളുടെ എണ്ണത്തിൻ്റെ 10 ഉണ്ടാവുകയുള്ളൂ അത്ര. അപ്പം അത്രത്തോളം വലുതാണ് സമുദ്രത്തിലെ ജീവികളുടെ എണ്ണം. ഇനി ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള മനുഷ്യർ, ജിന്നുകൾ, കടൽ ജീവികൾ, പിന്നെ കരജീവികൾ, പക്ഷികൾ, ഇവിടെ എല്ലാം കൂടി എണ്ണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഭൂമിയെ സംരക്ഷിക്കുന്ന മലക്കുകളുടെ 10 മാത്രമേ ഈ ജീവജാലങ്ങളെല്ലാം കൂടി കൂട്ടിയാലും ഉണ്ടാവുള്ളൂ. അതായത് നമ്മളെ ഭൂമിയിൽ എത്രത്തോളം ജീവജാലങ്ങളുണ്ടോ അതിൻ്റെ 10 ഇരട്ടി മലക്കുകൾ ഈ ഭൂമിയെ സംരക്ഷിക്കുന്നതായിട്ട് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി ഒന്നാനാകാശത്തെ മലക്കുകളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഒന്നാനാകാശത്തെ മലക്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിലും ഈ ഭൂമിയിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കുറേ ജീവജാലങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഭൂമിയെ സംരക്ഷിക്കുന്ന മലക്കുകൾ പറഞ്ഞു. ഇവയെല്ലാം കൂടി ചേർന്നാൽ പോലും ഒന്നാനാകാശത്തിൽ മലക്കുകൾ എത്രയുണ്ടോ അവയുടെ 10 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ഒന്നാനാകാശത്തിൽ എത്ര മലക്കുകളുണ്ടോ അതിൻ്റെ 10 ഭാഗം മാത്രമേ ഭൂമിയിലെ ജീവജാലങ്ങളും അതുപോലെ തന്നെ ഭൂമിയെ കാക്കുന്ന മലക്കുകളെയും കൂടി കൂട്ടിയാൽ കിട്ടുകയുള്ളൂ. ഇനി രണ്ടാം ആകാശത്തിലെ മലക്കുകളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ ഒന്നാനാകാശത്തിലെയും അതുപോലെ തന്നെ ഭൂമിയെ കാക്കുന്ന മലക്കുകളുടെയും ഭൂമിയിലെ മറ്റ് ജീവജാലങ്ങളുടെയും എത്ര എണ്ണം ഉണ്ടോ അതിൻ്റെ 10 ഇരട്ടി മലക്കുകൾ എവിടെയുണ്ട്, രണ്ടാനാകാശത്തുണ്ട്. ഓക്കെ, അതേപോലെ തന്നെയാണ് മൂന്നാനാകാശത്തെയും നാലാനാകാശത്തെയും അഞ്ചാനാകാശത്തെയും ആറാം ആകാശത്തെയും ഏഴാം ആകാശത്തെയും കണക്കുകൾ. അതായത് ഏഴാം ആകാശത്ത് എത്ര മലക്കുകളുണ്ടോ അതിൻ്റെ 10 ഭാഗം ആളുകൾ മാത്രമേ എന്തുള്ളൂ, ആറാനാകാശത്തും അഞ്ചാനാകാശത്തും അങ്ങനെ താഴോട്ട് പോയി നമ്മൾ പറഞ്ഞിട്ടുള്ള മനുഷ്യരും ജിന്നുകളും പിന്നെ മറ്റു ജീവജാലങ്ങളൊക്കെ ഉൾപ്പെടുന്ന മുഴുവൻ സംഖ്യ ഉണ്ടല്ലോ അത് എത്ര ഉണ്ടാവുള്ളൂ, ഏഴാനാകാശത്തിലെ മലക്കുകളുടെ 10 മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഏഴാനാകാശത്ത് എത്രത്തോളം മലക്കുകൾ ഉണ്ടാവും എന്നുള്ള കാര്യം. ഇപ്പോൾ നമ്മൾ ഒരുപാട് മലക്കുകളെ പറഞ്ഞു അല്ലേ, ഏഴാനാകാശം വരെ നമ്മൾ ഒരുപാട് മലക്കുകൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ മറ്റു ജീവജാലങ്ങൾ പറഞ്ഞു. ഇത്രയും ജീവജാലങ്ങളും മലക്കുകളുടെയും എണ്ണമുണ്ടല്ലോ അത് കുർസിയിൻ്റെ കാലിന് ചുറ്റുമുള്ള മലക്കുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. കുർസിയിൻ്റെ കാലിന് ചുറ്റുമുള്ള മലക്കുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ ഏനാകാശം മുതൽ അടിയിലോട്ട് പറഞ്ഞിട്ടുള്ള മുഴുവൻ മലക്കുകളും മറ്റു ജീവജാലങ്ങളും അതിൻ്റെ എണ്ണം വളരെ നിസ്സാരമായിരിക്കും എന്നാണ് പറയുന്നത്. അത്രത്തോളം മലക്കുകൾ കുർസിയിൻ്റെ ഒരു കാലിന് ചുറ്റും ഉണ്ട് എന്നാണ് പറയുന്നത്.
ഇനി ഈ കുർസീൻ്റെ കാലിന് ചുറ്റുമുള്ള മലക്കുകൾ, അതുപോലെ തന്നെ ഏനാകാശത്തിലെ മലക്കുകൾ, അങ്ങനെ താഴോട്ട് വരെ പോകുന്ന ആ കണക്കുണ്ടല്ലോ, അത്രയും മലക്കുകൾ അർശിലെ ഒരു കൂടാരത്തിലുള്ള മലക്കുകളുടെ എണ്ണത്തിൻ്റെ 10 മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് അർശിലെ ഒരു കൂടാരത്തിൽ എത്ര മലക്കുകളുണ്ടോ അതിൻ്റെ 10 ഭാഗം മാത്രം മലക്കുകളാണ് കുർസീൻ്റെ കാലിന് ചുറ്റും, അതുപോലെ തന്നെ ഏനാകാശത്തും ആറാനാകാശത്തും അങ്ങനെ നമ്മൾ താഴോട്ട് വരെ പറഞ്ഞിട്ടുള്ള എല്ലാ മലക്കുകളുടെയും എണ്ണം കൂടി നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അത് അർശിലെ ഒരു കൂടാരത്തിലുള്ള മലക്കുകളുടെ എണ്ണത്തിൻ്റെ 10 മാത്രമായിരിക്കും എന്നാണ് പറയുന്നത്. അതേസമയം അർശിലാണെങ്കിലോ 6 ലക്ഷം കൂടാരങ്ങളുണ്ടെന്നാണ് പറയുന്നത്. 6 ലക്ഷം കൂടാരങ്ങളാണ് അർശിലുള്ളത്. ഈ കൂടാരങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുകയും ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ അർശിലെ കൂടാരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു, അതിൻ്റെ വലുപ്പത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട് ജവാഹിറുൽ മഅനിയിൽ. ഈ ഭൂമിയും അതുപോലെ തന്നെ മുഴുവൻ ആകാശങ്ങളും, ഏനാകാശം ആറാനാകാശം തുടങ്ങിയിട്ടുള്ള മുഴുവൻ ആകാശങ്ങളും അതേപോലെ തന്നെ അവക്കൊക്കെ ഇടയിലുള്ള മുഴുവൻ കാര്യങ്ങളും കൂടി നമ്മൾ അർശിലെ ഒരു കൂടാരത്തിനോട് താരതമ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതൊക്കെ എത്രയോ നിസ്സാരമായിട്ടേ നമുക്ക് തോന്നുള്ളൂ. അത്രയും വലുപ്പമാണ് അർശിലെ കൂടാരത്തിനുള്ളത് എന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ഈ ഇടങ്ങളിലെല്ലാം സുജൂദിലും റുക്കോയിലും അതുപോലെ തന്നെ നിന്നുകൊണ്ടൊക്കെ മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ് അത്രയും. എന്ന് മാത്രമല്ല അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ മഹത്വങ്ങളും പരിശുദ്ധിയും ഒക്കെ അവർ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അർശിനെ ചുറ്റുന്ന മലക്കുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ, അപ്പോൾ നമ്മൾ കുറേ പറഞ്ഞു. ഏതൊക്കെ പറഞ്ഞത്? ഒന്ന് അർശിലെ കൂടാരത്തിലുള്ള മലക്കുകളെ കുറിച്ച് പറഞ്ഞു, അർശിലെ 6 ലക്ഷം കൂടാരങ്ങളുണ്ട് അതിലെ മലക്കുകളെ കുറിച്ച് പറഞ്ഞു, അതുപോലെ തന്നെ കുർസീൻ്റെ കാലിന് ചുറ്റുമുള്ള മലക്കുകളെ കുറിച്ച് പറഞ്ഞു, ഏനാകാശം മുതൽ താഴോട്ടുള്ള മലക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അങ്ങനെ ഇത്രയും മലക്കുകളുണ്ടല്ലോ. അവയുടെ എണ്ണം നമ്മൾ അർശിനെ ചുറ്റുന്ന മലക്കുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരു സമുദ്രത്തിലൊരു തുള്ളി പോലെ ഉണ്ടാവുള്ളൂ എന്നാണ് ജവാഹിറുൽ മഅനിയിൽ പറയുന്നത്. ഒരു സമുദ്രത്തിലൊരു തുള്ളി എത്രയാണോ ഉണ്ടാവുക ആ രൂപത്തിലാണ് നമ്മൾ അർശിനെ ചുറ്റുന്ന മലക്കുകളുടെ എണ്ണം വെച്ച് നോക്കുമ്പോൾ. പിന്നെ കുർസീൻ്റെ കാലിന് ചുറ്റുള്ള മലക്കുകൾ, ഏനാകാശത്തിലെ മലക്കുകൾ, അങ്ങനെ താഴോട്ടുള്ള ആളുകളെ പറഞ്ഞല്ലോ, അത്രയും മലക്കളുടെയും മറ്റു ജീവജാലങ്ങളുടെയൊക്കെ എണ്ണം അർശിനെ ചുറ്റുന്ന മലക്കുകളെ എണ്ണം വെച്ച് നോക്കുമ്പോൾ ഒരു സമുദ്രത്തിലെ ഒരു തുള്ളി പോലെയാണെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ആ മലക്കുകളുടെ എണ്ണം, അതായത് അർശിനെ ചുറ്റുന്ന മലക്കുകളുടെ എണ്ണം അല്ലാഹു സുബ്ഹാനഹു വ തആലക്കല്ലാതെ വേറൊരാൾക്കും അറിയില്ല അത്രേ. അർശിൻ്റെ ചുറ്റും 70,000 മലക്കുകളുടെ 70,000 സ്വഫുകളുണ്ട്. ആ 70,000 സ്വഫിലെ മലക്കുകൾ സദാസമയം അല്ലാഹു സുബ്ഹാനഹു വ തആലാനെ തഹ്ലീലും അതുപോലെ തന്നെ തക്ബീറും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവരെപ്പോഴും എന്താ ചെയ്യുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് അവർ തഹ്ലീൽ ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ അവരെപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ തക്ബീറും ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ 70,000 സ്വഫുകൾക്ക് പിറകിൽ മറ്റൊരു 70,000 സ്വഫുണ്ട് മലക്കുകളെ. അവരുടെ കൈകൾ തോളിൽ വെച്ചിട്ടാണ് നിൽക്കുന്നത്. അവരും ഉറക്കെ എന്ത് ചെയ്യാണ്? തഹ്ലീലും തക്ബീറും ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. പിന്നെ ഈ ഒരു 70,000 സ്വഫിൻ്റെ പിറകിൽ നമ്മൾ ആദ്യം ഒരു 70,000 സ്വഫ് പറഞ്ഞു, പിന്നീട് ഒരു 70,000 സ്വഫ് പറഞ്ഞു. ഈ 70,000 സ്വഫിൻ്റെ പിറകിൽ മറ്റൊരു 1,00,000 സ്വഫുകളുണ്ട്, മലക്കുകളുടെ 1,00,000 സ്വഫുകളുണ്ട്. അവരും മുമ്പ് പറഞ്ഞ ഈ 70,000 സ്വഫിലെ മലക്കുകളെ പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിച്ചുകൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആലാൻ്റെ സിക്റിലായിക്കൊണ്ടാണ് അവരും സദാസമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത്രയും നമ്മൾ മലക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു, അർശിന് ചുറ്റുമുള്ള മലക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു. നമ്മൾ ഈ അർശിന് ചുറ്റുമുള്ള മലക്കുകൾ, അർശിലെ കൂടാരത്തിലെ മലക്കുകൾ, കുർസീൻ്റെ കാലിന് ചുറ്റുമുള്ള മലക്കുകൾ, ഏനാകാശം മുതൽ താഴോട്ട് വരെയുള്ള മലക്കുകൾ, ഇവരുടെ എണ്ണമൊക്കെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കാം. എന്നാൽ ആ എണ്ണം ലൗഹിൽ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിൻ്റെ സംഘത്തിലെ മലക്കുകളെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ട് ആ വലിയ എണ്ണം മലക്കുകളുണ്ടല്ലോ, ആ വലിയ എണ്ണം അത് ലൗഹിലെ മലക്കുകളെ വെച്ച് നോക്കുമ്പോൾ ലൗഹിൽ ഇസ്രാഫിൽ അലൈഹി ഇസ്ലാമിനോടൊപ്പമുള്ള മലക്കുകളുടെ സംഘത്തെ വെച്ച് നോക്കുമ്പോൾ വളരെ നിസ്സാരമായിരിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ പറയപ്പെട്ടിട്ടുള്ള മറ്റൊരു കാര്യമാണ് അർശിൻ്റെ തൂണുകൾക്കിടയിൽ. അർശിന് 366 തൂണുകളുണ്ട്. ഓരോ തൂണിന് ഇടയിലും ഏകദേശം 80,000 വർഷത്തെ വൈദൂരമുണ്ട് അത്രേ. വളരെ വേഗത്തിലൊരു പക്ഷി പറക്കുകയാണെങ്കിൽ അതിന് ഒരു തൂണിൽ നിന്ന് മറ്റൊരു തൂണിലേക്ക് എത്താൻ 80,000 വർഷം വേണ്ടി വരും. ഈ അർശിലെ ഓരോ തൂണിനും ലോകത്തിൻ്റെ 60,000 മടങ്ങ് വലുപ്പമുണ്ട്. ഓരോ തൂണുകൾക്കിടയിലും 60,000
മരുഭൂമികളുണ്ട് അത്രേ. ഈ ഓരോ മരുഭൂമിയിലും 60,000 വ്യത്യസ്തമായിട്ടുള്ള ലോകങ്ങളും ഉണ്ട് എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുകയാണ്. അവരൊക്കെ സദാസമയം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഇനി അർശിൻ്റെ മുകൾ ഭാഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അർശിൻ്റെ മുകളിൽ 70,000 മറകളുണ്ട് അത്രേ. ഈ ഓരോ മറയുടെയും 70,000 മറകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഈ ഓരോ മറയുടെയും ദൂരം 70,000 വർഷത്തെ ദൂരമാണ് എന്ന് മാത്രമല്ല, ഓരോ മറകൾക്കിടയിലും 70,000 വർഷത്തെ എന്തുണ്ട്, അകലവും ഉണ്ട്. ഓക്കെ, ഇവിടങ്ങളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുകയും അവരെല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഇബാദത്ത് ചെയ്തുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ അർശിൻ്റെ മുകളിലുള്ള 70,000 മറകൾ, അതിൻ്റെ മുകളിലുള്ള ലോകമാണ് ആലമുൽ റഖ എന്ന് പറയുന്ന ലോകം. അവിടെയും മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മലക്കുകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുകയാണ്. അവിടുത്തെ മലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സദാ നേരം പ്രകീർത്തിക്കുകയും അവൻ്റെ ദിക്ർ ചൊല്ലുകയും അവനെ ഇബാദത്ത് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരുപാട് മലക്കുകളെ പറഞ്ഞു അല്ലേ. നമ്മൾ ഏതൊക്കെ മലക്കുകളെയാണ് പറഞ്ഞത്? ഒന്ന് അർശിൻ്റെ മുകളിലുള്ള 70,000 മറകൾ പറഞ്ഞു. അതിൻ്റെ മുകളിലുള്ള ആലമുൽ റിഖ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോകത്തെ കുറിച്ചിട്ട് പറഞ്ഞു. അർശിലെ തൂണുകളെ കുറിച്ചിട്ട് പറഞ്ഞു. അതിനിടയിലുള്ള സ്പേസിനെ കുറിച്ചിട്ട് പറഞ്ഞു. അർശിലെ കൂടാരത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു. അർശിന് ചുറ്റുമുള്ള മലക്കുകളുടെ സ്വഫുകളെ കുറിച്ചിട്ട് പറഞ്ഞു. പിന്നെ കുർസീൻ്റെ കാലിനെ കുറിച്ചിട്ടും അതിൻ്റെ ചുറ്റുമുള്ള മലക്കുകളെ കുറിച്ചിട്ട് പറഞ്ഞു. 7 ആകാശങ്ങളിലുള്ള മലക്കുകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെയുള്ള മലക്കുകളുടെ എണ്ണം അത് നമ്മളെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കും എന്നുള്ളതാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്ര മലക്കുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ഈ ഒരു വിവരണം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവൻ്റെ മലക്കുകളുടെ എണ്ണം നമ്മുടെ ചിന്തകൾക്കും അപ്പുറത്താണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് മലക്കുകളുടെ എണ്ണത്തെക്കുറിച്ചിട്ടാണ്. മലക്കുകളുടെ പിന്നെ ഓരോ മലക്കിൻ്റെയും വ്യത്യസ്തതയെക്കുറിച്ചിട്ടും മഹത്തുകൾ പറഞ്ഞിട്ടുണ്ട്. ചില മലക്കുകൾക്ക് 10,000 കോടി നാവുകൾ വരെ ഉണ്ട് എന്നാണ് പറയുന്നത്. 10,000 കോടിയോളം നാവുകളുള്ള മലക്കുകളുണ്ട് അത്രേ. അത്രയും നാവുകൾ കൊണ്ട് അവരെന്ത് ചെയ്യാണ്? സദാ നേരം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ മലക്കുകളുണ്ടല്ലോ, ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കോടാനുകോടി മലക്കുകൾ അവർ എല്ലാവരും എന്ത് ചെയ്യും? ഒരാൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട മലക്കുകൾ എല്ലാവരും ആ മനുഷ്യൻ്റെ മേലിൽ 10 സ്വലാത്ത് ചൊല്ലും. ഇത് സ്വലാത്തുൽ ഫാത്തിഹിൻ്റെ വിഷയത്തിലല്ല കേട്ടോ. ഒരു സാധാരണ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ രൂപത്തിൽ എന്ത് ചെയ്യും? മലക്കുകൾ ആ മനുഷ്യൻ്റെ മേലിൽ 10 സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. ഇനി സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന ആളുകളാണെങ്കിലോ, ഒരാളൊരു സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ മലക്കുകളൊക്കെ അദ്ദേഹത്തിൻ്റെ മേൽ 10 സ്വലാത്ത് ചൊല്ലും. അതിനു പുറമെ ഈ മലക്കുകളുണ്ടല്ലോ, ഇത്രയും പറഞ്ഞിട്ടുള്ള മലക്കുകൾ അവർ പ്രപഞ്ചത്തിൻ്റെ ആദ്യം മുതൽ അവർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മുഴുവൻ സ്വലാത്തുകളുടെയും മുഴുവൻ തസ്ബീഹുകളുടെയും മുഴുവൻ ഇബാദത്തുകളുടെയും പ്രതിഫലത്തെ എന്ത് ചെയ്യും? സ്വലാത്തുൽ ഫാത്തിഹ ഒരു തവണ ചൊല്ലിയ ആളുടെ മേൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും. ഇത് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന ആൾക്കുള്ള പ്രതിഫലമാണ്. ഒരു സാധാരണ സ്വലാത്ത് ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ടിട്ടുള്ള മലക്കുകൾ എല്ലാവരും അവൻ്റെ മേലിൽ എന്ത് ചെയ്യും? 10 സ്വലാത്ത് ചൊല്ലും. ഇതൊക്കെ സ്വലാത്ത് ചൊല്ലുന്നവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്ന വലിയ അനുഗ്രഹങ്ങളാണ്. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്നവർക്കുള്ള അനുഗ്രഹം നമ്മൾ പറഞ്ഞു. ആ മലക്കുകളുടെ മുഴുവൻ ഇബാദത്തുകൾ, അവരുടെ മുഴുവൻ തക്ബീറുകൾ, അവരുടെ മുഴുവൻ തഹ്ലീലുകൾ, അവർ ചൊല്ലുന്ന മുഴുവൻ ദിക്റുകളുടെയും സ്വലാത്തിൻ്റെ ഒക്കെ പ്രതിഫലം എന്ത് ചെയ്യും? അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലിയിട്ടുള്ള ഈ മനുഷ്യൻ്റെ മേലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും എന്ത് ചെയ്യുക? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിൽ ഒരുപാട് സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുക. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലുന്ന കാര്യത്തിൽ എല്ലാവരും കൂടുതൽ പരിശ്രമം കാണിക്കുക, ആവേശം കാണിക്കുക. ഇൻഷാ അല്ലാഹ് സദാ നേരം സ്വലാത്തുൽ ഫാത്തിഹയിലായിട്ട് നമ്മൾ ചിലവഴിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആശിഖീങ്ങൾ അവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ സൗന്ദര്യം, അവരാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനം. നമ്മൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? നമ്മൾ സദാ നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലിലുള്ള സ്വലാത്തിലായിട്ട് നമ്മൾ മുഴുകുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയൊക്കെ ഹൃദയത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രേമത്തെ വർദ്ധിപ്പിച്ച് നൽകട്ടെ. തങ്ങളെ ഓരോ നിമിഷത്തിനും സദാ നേരം ഉണർവിൽ തന്നെ കാണുന്നൊരവസ്ഥയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവരെയും എത്തിക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആമീൻ ബിജാഹി നബിൽ അമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.